ഹലോ ലേഡീസ് ആൻഡ് ജെൻറ്റിൽമാൻ, എൻ്റെ കയ്യിൽ ഷൗമിയുടെ കുറച്ച് പ്രോഡക്ട്സ് വന്നിരിക്കുകയാണ്. മെയിൻലി ഇനിയും സാധനം കാണിച്ചു തരാം, അത്രയേ ഉള്ളൂ. ആദ്യം നിങ്ങൾ കണ്ടിട്ടുള്ള ഒരു സാധനം ഞാൻ ഒന്നും കൂടെ പരിചയപ്പെടുത്തുകയാണ്. ഇതാണ് ഷൗമിയുടെ അൾട്രാ സ്ലിം 5000 mAh ബാറ്ററി, മാക്സേഫിൻ്റെ ബാറ്ററി പരിപാടി. ഇതിൽ ഇത് ചാർജ് ചെയ്യാനും വേണമെങ്കിൽ നിങ്ങൾക്ക് വയർ കുത്തിയിട്ടും ചെയ്യാം. പക്ഷേ ഇതൊരു ചെറിയ സാധനമാണ്. ഇപ്പോഴത്തേക്ക് ഫോണിൽ തന്നെ 10001 mAh 8000 mAh 7500 നോർമലായ സ്ഥിതിക്ക് ഈ ഒരു പവർ ബാങ്ക് യൂസ്ഫുൾ ആവാൻ പോകുന്നത് വൺ ആൻഡ് ഒൺലി ആപ്പിൾ ഫാൻസിനും അതേപോലെ തന്നെ വൺ ആൻഡ് ഒൺലി പിക്സൽ ഫാൻസിനുമാണ്. ബിക്കോസ് വേറെ ആരെയില്ല ടൈപ്പൊട്ട ഫോൺ ഈ നാട്ടിൽ നമ്മൾ രണ്ടും മാത്രമേ ഫോൺ ഉപയോഗിക്കുന്നുള്ളൂ. മാക്സേഫ് ടെക്നോളജി വെച്ചിട്ട്, അതായത് ഇങ്ങനെ പ്ലാച്ചൻ ഒട്ടണ ടെക്നോളജി ഉള്ള രണ്ടേ രണ്ട് ബ്രാൻഡുകളേ ഉള്ളൂ. ഒന്ന് പിക്സലും മറ്റൊന്ന് ആപ്പിളുമാണ്. അപ്പം ഇത് ഭയങ്കര ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടൊന്നുമില്ല കേട്ടോ ഈ ഒരു സാധനത്തിൽ. കാണാൻ മുട്ടാൻ ലുക്കാണെന്ന് മാത്രമേ ഉള്ളൂ. G2ൻ്റെ സർട്ടിഫിക്കേഷൻ, അതായത് മാക്സേഫ് സർട്ടിഫിക്കേഷനാണ്. ഇത് നിങ്ങൾക്ക് ഐഫോണിൻ്റെ എയറൊക്കെ യൂസ് ചെയ്യുന്നവർക്ക് ഡെഫിനറ്റ്ലി ഇതൊരു മുതൽക്കൂട്ടായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അതേപോലെ നിങ്ങൾക്ക് 5000 താഴെ mAh ഉള്ള ഫോണുകളിൽ നിങ്ങൾക്കിത് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫുൾ ചാർജ് ഈസി ആയിട്ട് കയറും. ഇതിൻ്റെ വേറെ ഒരു കളർ കാണിച്ചു തരാനാണ് ഞാൻ വന്നേക്കുന്നത്. ഈ കളർ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതാർക്ക് വേണ്ടിയിട്ടാണ് ഷൗമി ഉണ്ടാക്കിയത്. ബിക്കോസ് ഷൗമിയുടെ ഫോൺസൊക്കെ 6000 6500 അങ്ങനെയൊക്കെയാണ്. ഈ കളറ് ഞാൻ തൽക്കാലം നിങ്ങൾക്ക് ഇതിൻ്റെ ഫ്രണ്ട് കാണിച്ചു തരുന്നില്ല. ഈ കളറ് കാണുമ്പം നിങ്ങൾക്ക് കത്തും, ഓ ഇത് അവർക്ക് വേണ്ടിയാണല്ലേ എന്ന് നിങ്ങൾ ചോദിക്കും. അതാണ് സംഭവം. നല്ല ഒരു ബാഗ്സാണ്. ഇത്രയും വലിയൊരു കനമുള്ള, വായിക്കാനായിട്ട് സമയമുണ്ടെങ്കിൽ വായിക്കാൻ പറ്റുന്ന ഒരു മറ്റേ ബുക്കും പേപ്പറും തരുന്നുണ്ട്. പല ലാംഗ്വേജ് ആയതുകൊണ്ടാണ് ഇത്രയും കട്ട് ചെയ്യട്ടോ, അല്ലാതെ ഇംഗ്ലീഷൊക്കെ ഒരു 3 പേജ് തീരും. അപ്പോൾ ഇങ്ങനത്തെ ഒരു സാധനം വരുന്നുണ്ട്. കളർ കാണിച്ചു തരാം ഗൈസ്. കളർ കണ്ട് നിങ്ങളാരും ഞെട്ടണ്ട. സൗണ്ട് കേട്ടേന്നാ നല്ലായിരുന്നു. യെസ് ഗൈസ്, ഇതിൻ്റെ ഓറഞ്ചും സിൽവർ രണ്ടും എൻ്റെ കൈ കിട്ടി. ഇത് മുട്ടാൻ ലുക്ക്. അത് ഷൗമിയുടെ ശരിക്കുള്ള ലോഗോയുടെ കളർ ഓറഞ്ചാണ്. അപ്പോൾ അത് വെച്ചിട്ട് നോക്കുമ്പോൾ ദിസ് മേക്സ് വെരി സെൻസ്. അതാ ഷൗമിയുടെ ബാഡ്ജിങ്ങും കൂടെ ആ ഓറഞ്ച് വരുമ്പോഴേ മുട്ടാൻ ലുക്ക് കേട്ടോ, മുട്ടാൻ ലുക്ക്. ഇതിങ്ങനെ ഇതിലൊക്കെ വെച്ചിങ്ങനെ ഇരിക്കുമ്പോഴേ എന്ത് രസം നോക്കിയാണ്. കിട്ടില്ല പവർ ബാങ്ക്. ഐ ലൈക്ക് ഇറ്റ്. ഐ ലൈക്ക് ഇറ്റ്. അപ്പോൾ എന്തിനാണെങ്കിലും ഇതെടുത്ത് ഇവിടെ വെക്കട്ടെ. വാറുണ്ണിയൊക്കെ ഉണ്ട്, ആരും പേടിക്കണ്ട. ഇത് ഓൾറെഡി എൻ്റെ കയ്യിലുണ്ട്, നിങ്ങൾ കണ്ടിട്ടുമുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതിൻ്റെ ഓറഞ്ചും കൂടെ ഉണ്ട്, അതും കൂടെ എടുത്ത് കാണിച്ചു തന്നേ ഉള്ളൂ. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. ഇനി നമ്മൾ കാണാൻ പോകുന്നത് കുറച്ച് ഹെവി സാധനമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പ്രോഡക്റ്റുമാണ്. ഇത് ഷൗമിയുടെ വാച്ച് 5. ഇവന്മാരെ വാച്ച് കിടിലുമാണ് കേട്ടോ. ഷൗമിയുടെ വാച്ച് കാണാനും ലുക്കാണ്, അത്യാവശ്യം മറ്റേ ആക്യുറസിയും കാര്യങ്ങളും തിക്രൂഷിയൊക്കെ ഉണ്ട്. ഇതാണ് ഇതിൻ്റെ ഫീച്ചേഴ്സ് വരുന്നത്, ഞാൻ വായിച്ചു തരാം. അൾട്രാ ലാർജ് ആമോലെഡ് ഡിസ്പ്ലേ, 2.6 mm അൾട്രാ തിൻ ബെസൽ. ഓക്കെ, വലിയ വാച്ചാണ്. മൾട്ടിപ്പിൾ ജെസ്ചർ കൺട്രോൾസ്, എഫേർട്ട്ലെസ് ആൻഡ് സീംലെസ് ഓപ്പറേഷൻ, അതായത് മറ്റേ കൈ വെച്ചിട്ട് ഇങ്ങനെ ആട്ടണ പരിപാടി. അഡ്വാൻസ് ഹെൽത്ത് മോണിറ്ററിങ്, മൾട്ടി ഡയമെൻഷണൽ ഡാറ്റ ഇൻസൈറ്റ്, 150+ സ്പോർട്സ് മോഡ് വരുന്നുണ്ട്, 5 സിസ്റ്റം ഡ്യുവൽ ബാൻഡ് GNSS, ലാർജ് കപ്പാസിറ്റി ബാറ്ററി, ക്ലാസിക് വാച്ച് ഡിസൈൻ, സഫയർ ഗ്ലാസ് കവർ. സഫയർ ഗ്ലാസ്സോ? അതിനിപ്പോൾ ജെറി എണ്ണ എന്തെങ്കിലും കാണിച്ചാൽ പറ്റും. എൻ്റെ മറ്റേ മെഷീനില്ല, മറ്റേ സഫയർ ക്രിസ്റ്റൽ ആണോ എന്ന് നോക്കണ ഒരു മെഷീനുണ്ട്. അത് ഈ ആപ്പിളിൻ്റെ മറ്റേ ബാക്കിലിരിക്കുന്ന സാധനമല്ല, അതിൽ സഫയർ ക്രിസ്റ്റലാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അത് സത്യമാണ് കേട്ടോ. ഞാൻ പണ്ട് ഒരു കടയിൽ പോയപ്പം അവർ ആ മെഷീൻ വെച്ച് നോക്കിയപ്പം അതിങ്ങനെ ചുമപ്പ് കത്തിയായിരുന്നു. അപ്പോൾ അങ്ങനെ ഇതെന്തിനായാലും തുറന്ന് കാണിച്ചു തരാം. ഇതിൻ്റെ ഒരു ഇൻഡെപ്റ്റ് റിവ്യൂ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. ഇപ്പോൾ ഒരു ക്വിസ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ നമ്മളുടെ യൂട്യൂബിൽ കിടപ്പുണ്ട് കേട്ടോ. അത് ഞാൻ ചില സമയത്ത് കുറച്ച് ക്വിസുകൾ ഇടും. അപ്പോൾ അത് ക്വിസ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ പോളിംഗ് ആണ്.
അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ഇത് വേണോ വേണ്ടേ എന്നുള്ളൊരു പോളിങ് ഞാൻ അവിടെ ഇട്ടേക്കാം. വേണോ അത് യെസ് ആണെങ്കിൽ, മെജോറിറ്റി യെസ് ആണെങ്കിൽ ഞാൻ അത് നിങ്ങൾക്ക് ചെയ്ത് കാണിച്ചു തരാം. ഇതെന്തിരടാ ഇത്? സാംസങ്ങിൻ്റെ പെട്ടി പോലെ ഉണ്ടല്ലേ. മാൻ, കറുത്ത സ്ട്രാപ്പാണ്, നല്ല വലിയ വാച്ചാണ് കേട്ടോ. ജമുട്ട വാച്ച്. ഇതിൻ്റെ അകത്ത് ചാർജർ ആണ് തന്നെ, പ്ലക്കനെ ഒട്ടിച്ച് ചാർജ് ചെയ്യണ പ്ലക്കനെ ചാർജറും പിന്നെ ഒരു തടിമാടനായ ബുക്കും പേപ്പറും, ഇത്രയും സാധനങ്ങളാണ് വരണത്. ഇതിൽ ചാർജ് കാണൂല, അപ്പോൾ ചാർജ് ചെയ്യേണ്ടി വരും. എന്തായാലും ഓൺ ചെയ്ത് നോക്കാം. എൻ്റെ കൂടെ സ്റ്റിക്കർ ഇളക്കൂ ഗൈസ്. ഇതാണ് സഫയർ ക്രിസ്റ്റൽ ആയതുകൊണ്ട് നല്ല റിഫ്ലക്ഷൻ ആയിരിക്കും. കണ്ടോ, അത്യാവശ്യം നല്ല റിഫ്ലക്ഷനുള്ള ഒരു ഗ്ലാസ്സാണ് വരുന്നത്. പ്ലീസ് റിമൂവ് ആൻഡ് യൂസ്. സോ പവർ ഓൺ ആവോ? യെസ്, ബാറ്ററി ഉണ്ട് ഗൈസ്, ബാറ്ററി ഉണ്ട്. പക്ഷെ ഭയങ്കര റിഫ്ലക്ഷൻ കേട്ടോ. സഫയർ ക്രിസ്റ്റൽ ഭയങ്കര റിഫ്ലക്റ്റീവാണ്. സോ ഷവോമി എന്ന് എഴുതിയിരിക്കുകയാണ്. സൈഡിലൊരു എന്തോ ഒരു സ്റ്റിക്കർ കൊടുത്തിട്ടുണ്ട്, ഇളക്കി കളയാം. ഇതിൻ്റെ ആപ്പ് വെച്ചിട്ട് ആപ്പാക്കണം, എന്നാലേ സാധനം നടക്കൂ. നിങ്ങളതിൽ ഷവോമിയുടെ മറ്റേ ഫോണൊക്കെ ആണെങ്കിൽ ചടപടയുന്ന സാധനം കയറും. നല്ല രസമുണ്ട്. വെയർ OS ആടെ. വെയർ OS ബൈ ഗൂഗിൾ. അപ്പോൾ അത്യാവശ്യം മറ്റേ സോഫ്റ്റ്വെയർ ഒരുപാട് ആപ്സും കാര്യങ്ങളൊക്കെ ഇല്ല ഇടാം. വെയർ OS ആണെങ്കിൽ ഒന്നും കൊണ്ടും പേടിക്കണ്ട, കിടിലൻ സാധനമായിരിക്കും. ഓക്കെ. ഇപ്പോൾ എല്ലാം വെയർ OS ആണ്. മിക്ക പിക്സൽ വെയർ OS ആണ്. പിന്നെ മറ്റേ സാംസങ് ഇപ്പോൾ അത്യാവശ്യം ഇപ്പോൾ വെയർ OS ആണ്. പണ്ട് അവന്മാർ ബിക്സ്ബി ആയിരുന്നു. ബിക്സ്ബി അല്ലേ? അതായിരുന്നു. ഇപ്പോൾ അത് മാറി. ബിക്സ്ബി അല്ല, ടൈറ്റൻ എന്നല്ലേ? ബിക്സ്ബി എന്നാണ് മറ്റേ സാധനം. ടൈറ്റൻ ആയിരുന്നു, അത് മാറി. ടൈറ്റൻ ആയിരുന്ന സമയത്ത് നമുക്ക് ആപ്പിളിലോട്ട് ഈ സാംസങ്ങിൻ്റെ വാച്ച് കണക്ട് ചെയ്യായിരുന്നു. ഇപ്പോൾ അത് പറ്റൂല. ഡൗൺലോഡ് മീ ഫിറ്റ് ആൻഡ് ആഡ് ദ ഡിവൈസ്. മീ ഫിറ്റ്നസ് എന്ന് പറയുന്ന സാധനം ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെറ്റാക്കാമെന്നാണ് പറയണത്. നമുക്ക് എന്തായാലും നോക്കാം. ആപ്പ് സ്റ്റോറിൽ കിടപ്പുണ്ട്. ഇതാണ് ആപ്പ്. പ്ലേ സ്റ്റോറിലുണ്ട്, ആപ്പ് സ്റ്റോറിലുണ്ടാകും നോക്കിയിട്ട്. ഉണ്ട്. ഷവോമി വെയർ ലൈറ്റ്. പക്ഷേ ആൻഡ്രോയിഡ് ഫോണിൽ ചെയ്യണതാണ് നല്ലത്, അതിൻ്റെ ഒരു ഉചിതം. ഒന്നുമില്ല, ഡൗൺലോഡ് ചെയ്യുക, സ്റ്റാർട്ട് നിൽക്കുക, ഐ ഹാവ് റെഡ് പോളിസിയൊക്കെ കൊടുക്കുക, എഗ്രി, നെക്സ്റ്റ്. സാധനം വന്നിരിക്കുകയാണ്. എന്നിട്ട് ഇതാ മുകളിലൊരു പ്ലസ് സൈൻ കണ്ട, അത് നിൽക്കുക, ആഡ് ഡിവൈസ്, എഗ്രി, ബ്ലൂടൂത്ത് ഓൺ ചെയ്യുക, അലോ കൊടുക്കുക. ഷവോമി വാച്ച് 5 ഓൾറെഡി വന്ന് ഇവിടെ കിടപ്പുണ്ട്, കൊടുക്കുക. പെയറിങ്ങിലോട്ട് പോവുകയാണ്, പെയർ ചെയ്യുക, കണ്ടിന്യൂ ഓൺ യുവർ ഫോൺ, അലോ. പെയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഇത്രയേ ഉള്ളൂ. ഇത്രയും സിമ്പിളാണ് പെയർ ചെയ്യാൻ, വലിയ പാടൊന്നുമില്ല. ഒരു സാധനം മാത്രം ചെയ്താൽ മതി. പെയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പെയറിങ് പേച്ച് കെട്ടി വെക്കട്ടെ കേട്ടോ. നല്ല ഇവിടെ കൊള്ളാടെ, നല്ല സ്ട്രാപ്പ് എട്ടി, കിട്ടിയില്ല സ്ട്രാപ്പ് കേട്ടോ. സൂപ്പർ കിടില സ്ട്രാപ്പും, നല്ല സ്ട്രാപ്പ്. അത് നിങ്ങൾ യൂസ് ചെയ്യുമ്പോഴേ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഇത് മനസ്സിലാവുള്ളൂ. കിടില സ്ട്രാപ്പ്, നല്ല ലുക്കും കേട്ടോ. നല്ല വലിയ ഡിസ്പ്ലേ, അവർ പറഞ്ഞേക്കണ പോലെ നല്ല ചിമിട്ടൻ ഡിസ്പ്ലേ. പാരൻ്റൽ കൺട്രോൾ. ആസ് എ പാരൻ്റ് ഓർ ഗാർഡിയൻസ് യു ക്യാൻ മാനേജ് പാരൻ്റൽ കൺട്രോൾ ഫോർ യുവർ ചിൽഡ്രൻസ് ഡിവൈസ് ത്രൂ. ഓക്കെ ശരി. അത് പിള്ളേർക്ക് ഈ സാധനം വാങ്ങിച്ചു വിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോക്കാം അവരെന്തിനാണ് ചെയ്തുകൊണ്ടിരിക്കണേ എന്നൊക്കെ. വെരിഫൈ ഇറ്റ്സ് യു. സൈൻ ഇൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പെയറിങ് ഇപ്പോഴും കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഷവോമി അക്കൗണ്ടൊക്കെ സ്കിപ്പ് ചെയ്തിട്ട് ജെമിനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാച്ച് ചാടി വരും. നല്ല കാര്യം. ജെമിനി വാച്ചിലുള്ളത് വളരെ നല്ലതാണ്. അപ്പം നമുക്ക് വെതർ നോക്കുകയാണെങ്കിലോ ഓക്കെ ഗൂഗിൾ ഹെൽപ്പ് മീ റൈറ്റ് എ താങ്ക് യു നോട്ട്. ഓക്കെ ഗൂഗിൾ ഹെൽപ്പ് മീ റൈറ്റ് എ താങ്ക് യു നോട്ട് 3 പ്രാവശ്യം പറയണമായിരിക്കും. ഓക്കെ ഗൂഗിൾ വാട്ട്സ് ദ വെതർ ടുമോറോ. ഈ സാധനം ജെമിനി മറ്റേ സെറ്റപ്പ് ചെയ്യണതാണ്. ഹേ ഗൂഗിൾ എക്സ്പ്ലെയിൻ ഹൗ എ റെയിൻബോ ഇസ് ഫോംഡ്. അത് ശരി. ഹേ ഗൂഗിൾ സെറ്റ് എ ടൈമർ ഫോർ 5 minutes. ഇതൊക്കെ ജിമ്മിൽ പോകുമ്പോൾ ഭയങ്കര ഗുണമാണ്. നമ്മൾ ചിലപ്പോൾ പൊട്ടന്മാരായിട്ട് ഫീൽ ചെയ്യും. ജിമ്മിൽ പോകുമ്പോൾ ഇങ്ങനെ പറഞ്ഞാൽ മതി, ഹേ ഗൂഗിൾ സെറ്റ് എ ടൈം ഫോർ 1 minute എന്ന് പറഞ്ഞിട്ട് പ്ലാങ്ക് ചെയ്യുക. അതിനൊക്കെയാണ് ആ സാധനം. പിന്നും പാറ്റേണും ഉണ്ട്.
വേണമെങ്കിൽ സെക്യൂരിറ്റിക്ക് വേണ്ടി നിങ്ങൾക്കത് ചെയ്യാം. ഞാൻ ചെയ്യാറില്ല. ഇൻസ്റ്റാൾ അതർ ഡിവൈസ്. ഇതിൽ നൈക്കി റണ്ണ്, സ്പോട്ടിഫൈ, ജിമെയിൽ, മറ്റേ യൂട്യൂബ് മ്യൂസിക്കൊക്കെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഞാൻ പറഞ്ഞ പോലെ മറ്റേ വെയർഓസ് ആയതുകൊണ്ട് നമുക്ക് ആപ്പ് സ്റ്റോറിലോട്ട് ഒരു ആക്സസ് ഉണ്ട്. പിന്നെ അത്യാവശ്യം ഇഷ്ടം പോലെ വാച്ച് ഫേസസും കാര്യങ്ങളൊക്കെ വരും. പക്ഷേ ഇതിൽ LTE ഇല്ലെന്നാണ് എൻ്റെ ബലമായ സംശയം. ബ്ലൂടൂത്ത് 5.4 ആണ് കണക്ടിവിറ്റി വയർലെസ്. പിന്നെ നമുക്ക് ഇതില്ല, ബ്ലൂടൂത്ത് കോളിങ്ങേ ഉള്ളൂ. ഇതിൽ LTE എന്ന് ഒരിടത്തും എഴുതിയിട്ടില്ല. സോ ഐ തിങ്ക് ഗെറ്റ് ദ പവർ ഓഫ് ഗൂഗിൾ ആപ്പ് ഡയറക്ട്ലി ഓൺ യുവർ വിസിറ്റ്. സംഭവം അതാണ്. ഗൂഗിളിലോട്ട് കയറുക, എന്നിട്ട് നമ്മളെ ഗൂഗിൾ അക്കൗണ്ട് ഉള്ളതുകൊണ്ട് നമുക്ക് ഡയറക്റ്റ് മീയിൽ തന്നെ കയറേണ്ട, ഗൂഗിൾ അക്കൗണ്ട് വഴി തന്നെ നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ്. ഐ എഗ്രി. ഇതിലേറ്റും പെയർ ചെയ്ത് കഴിഞ്ഞിട്ടില്ല. ഇല്ലല്ലോ, ഇത് റീസ്റ്റാർട്ട് ആയിട്ടുണ്ട്. പെയറിങ് 12%. എന്തായാലും അവിടെ നിന്ന് പെയർ ചെയ്തിട്ട് നമുക്ക് വേറൊരു സാധനം അവസാനമായിട്ട് കാണാം. നിങ്ങളിത് യൂട്യൂബിൽ ട്വിറ്ററിലൊക്കെ ഫോളോ ചെയ്യുന്ന പിള്ളേരാണെങ്കിൽ നിങ്ങൾക്ക് ഈ സാധനം കണ്ടു കാണും. ഇതാണ് ഷവമിയുടെ ടാഗ്. അതായത് നമ്മളുടെ ആപ്പിളിൻ്റെ എന്തൊരു സാധനം ഉണ്ടല്ലോ, ടാഗില്ലേ, അതും സാംസങ്ങിനും ഒക്കെ ഈ സാധനം ഉണ്ട്. അതുകൊണ്ട് ഷവമി നോക്കിയപ്പോൾ നമുക്ക് ഈ സാധനമില്ല, നമുക്ക് ഇറക്കാമെന്ന് പറഞ്ഞ് അവരിറക്കിയ സാധനമാണ്. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. വലിയ വിലയൊന്നും കാണത്തില്ല. ദിസ് ഇസ് വെരി യൂസ്ഫുൾ ഇഫ് യു ആർ ട്രാവലിംഗ്. നിങ്ങൾ ട്രാവൽ ചെയ്യുന്ന ഒരാളാണ്, നിങ്ങൾ പെട്ടെന്ന് സാധനങ്ങൾ മറന്ന് വെക്കുന്ന വ്യക്തിയാണ് എന്നൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സാധനം വളരെ ഉപകാരപ്പെടും. നിങ്ങൾ പെട്ടിയിനകത്ത് ഈ സാധനം ഇടുകയാണെങ്കിൽ നിങ്ങളുടെ പെട്ടി, ഇപ്പം ഫോർ എക്സാമ്പിൾ ചില സമയത്ത് ഇതുവരെയായിട്ട് എനിക്ക് വന്നിട്ടില്ല, പക്ഷേ ചില ആൾക്കാർക്ക് എപ്പോഴും സംഭവിക്കണം. എൻ്റെ കസിൻ സിസ്റ്ററുണ്ട് UK. പുള്ളിക്കാരിക്ക് എപ്പോഴും പെട്ടി പോവും, പെട്ടി എവിടെയെങ്കിലും പോവും. അവർ ഈ കണക്റ്റിംഗ് ഫ്ലൈറ്റൊക്കെ എടുക്കണമുണ്ട്. ഇപ്പം 2-3 കണക്റ്റിംഗ് ഫ്ലൈറ്റ് എടുക്കുന്നവരൊക്കെ ഇങ്ങനത്തെ ഒരു സാധനം വാങ്ങിച്ച് നിങ്ങളെ പെട്ടി ഇടുന്നത് നല്ലതായിരിക്കും. നിങ്ങൾക്കിത് പെട്ടിയിടാം, നിങ്ങളുടെ വാളറ്റിലിടാം, നിങ്ങളുടെ ബാഗിലിടാം, നിങ്ങൾക്ക് പെട്ടെന്ന് കളഞ്ഞു പോകണ കീ ചെയിനായിട്ട് യൂസ് ചെയ്യാം. അങ്ങനെയൊക്കെ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും. സോ ദാറ്റ് ഈസ് ആക്ച്വലി ദ ബെസ്റ്റ് പാർട്ട് ഓഫ് ഷവമി ടാഗ് യൂസർ മാനുവൽ. നല്ല കട്ടിയുള്ള ബുക്കാണ് കേട്ടോ ഷവമി തരണ. എന്തോ ഇവിടെ ഇത് കൊള്ളാമല്ലേ, സ്മാൾ ഐറ്റം. ഈ സാധനം തുറക്കുന്നതോടെ അതുകൊണ്ട് വേണ്ട സൗണ്ട് കേട്ടണ്ട, ഈ ഒരു വള്ളി വലിക്കുന്നതോടെ ഇത് ഓണായിരിക്കുകയാണ്. ഇതിനി കുറേ നാൾ ഇതിൻ്റെ അകത്തൊരു ചെറിയ ബാറ്ററി ആയിരിക്കും കിടക്കണത്. ആ ബാറ്ററി നമുക്ക് മാറ്റാൻ പറ്റണം. സോ മാറ്റാൻ പറ്റും. ഈ വഴി നമുക്ക് ഇളക്കാവുന്നേ ഉള്ളൂ. ഇവിടെ ഒരു ഇളക്കാനുള്ള ഒരു പരിപാടി കൊടുത്തിട്ടുണ്ട്. കുറേ നാൾ നിൽക്കുക ആ ബാറ്ററി. 0.72 Wh ഒരു ബാറ്ററിയാണ് എൻ്റെ അകത്ത് ഇരിക്കുന്നത്, ഒരു ചെറിയ സെല്ല്. അപ്പോൾ ഈ സാധനം ഇപ്പോൾ ആക്റ്റീവായിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇപ്പം തന്നെ ഈ ഫോണിൽ ഷവമി ടാഗ് വന്നിരിക്കുകയാണ്. കണ്ട, ഇത് ജസ്റ്റ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഈ സാധനം ട്രാക്ക് ചെയ്യാം. സൗണ്ട് ഉണ്ടാക്കും ഈ സാധനം, മറ്റേ എവിടെയെങ്കിലൊക്കെ ഇരുന്ന് മണ എന്നൊക്കെ അടിക്കും. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു ഐറ്റം. ടു ഹെൽപ്പ് യുവർ ലൊക്കേറ്റ് ടേൺ ഓൺ ആഡിങ് ടു ഹബ്ബ്. അതാണ് ഈ സാധനം. ഇത് ഇതിലായിട്ടും പെയറായി തീർന്നില്ല കേട്ടോ. നാളെ വല്ലതും ആവുമായിരിക്കും, എനിക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെ വാച്ച് ഓണായി. ഇതാണ് വാച്ച്. ഇതിൽ നമുക്ക് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും കേട്ടോ. ഒന്ന് സ്വൈപ്പ്, ഇത് സെറ്റിങ്സ്, സ്വൈപ്പ് ഡൗൺ ഫോർ നോട്ടിഫിക്കേഷൻ, പിന്നെ സ്വൈപ്പ് അപ്പ് ഫോർ ഇങ്ങനത്തെ ചെറിയൊരു സെറ്റിങ്സ് പരിപാടി, മറ്റേ ക്വിക്ക് സെറ്റിങ്സിന്. ഇത് മെയിനായിട്ടും ആപ്സ് നോക്കാനൊക്കെ ആയിട്ടാണ്. നിങ്ങൾക്ക് ഇവിടെ കയറി ആപ്പ് എങ്ങനെ വേണം, പിന്നെ ലോങ് പ്രസ്സൊക്കെ ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടമനുസരിച്ച് നിങ്ങൾക്ക് സാധനം മാറ്റാനും പിടിക്കാനൊക്കെ പറ്റും. ഇതിൻ്റെ അകത്ത് വാട്സാപ്പ്, മറ്റേ യൂട്യൂബ് മ്യൂസിക് തുടങ്ങിയ സാധനങ്ങളൊക്കെ വരുന്നുണ്ട്. ഈ സൈഡിലോട്ട് നാവിഗേറ്റ് ചെയ്താൽ ടൈൽസാണ് കേട്ടോ, ടൈൽസിലോട്ട് പോവാം. പിന്നെ നമുക്ക് ഗൂഗിൾ ജെമിനി ഒന്നെങ്കിൽ ഹേ ഗൂഗിൾ എന്നുള്ള സെറ്റപ്പിലോട്ട് ജെമിനിയെ വിളിക്കാം. അല്ലെങ്കിൽ 3 പ്രാവശ്യം ഈ ബട്ടണില്ലേ, 3 സെക്കൻഡ്സ് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ അണ്ണം വരും. പിന്നെ നമുക്ക് താഴെ ഒരു ബട്ടൺ വരുന്നുണ്ട്, ഇത് നെക്കിക്കഴിഞ്ഞാൽ വർക്കൗട്ട് പരിപാടി വരും. അതിതാണ്
പിന്നെ നമുക്ക് ഇത് 3 സെക്കൻഡ് ഹോൾഡ് ചെയ്യണമെങ്കിൽ പവർ ഓണും ഓഫും എന്നുള്ള സെറ്റപ്പ് ചാടി വരും. ഓക്കെ, ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു പരിപാടി. എന്തിനാണെങ്കിലും വാച്ച് അത്യാവശ്യം കൊള്ളാം. നമുക്ക് ജെസ്റ്റർ എന്നൊക്കെ പറഞ്ഞ് ഇത് ക്ലിയർ വാട്ടർ, വെള്ളത്തിൽ ഇത് വെള്ളത്തിൽ ചാടിയിട്ടുണ്ട്. അപ്പം ചാടിയിട്ട് ഇതിൻ്റെ അകത്ത് വെള്ളം കയറുമല്ലോ, അത് കളയാനായിട്ടുള്ള പാട്ടാണിത്. ആ പാട്ട് കേൾപ്പിച്ച് കഴിഞ്ഞാൽ അതങ്ങ് പോവും. പിന്നെ ഓട്ടോ ബ്രൈറ്റ്നസ്, പിന്നെ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ തുടങ്ങിയ എല്ലാ സാധനങ്ങളും വരുന്നുണ്ട്. ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ഇടുന്ന സമയത്ത് ഒബ്വിയസ്ലി ബാറ്ററിയുടെ ചാർജ് കുറയും. പിന്നെ എയറോപ്ലെയിൻ മോഡ്, സകല സാധനങ്ങളുണ്ടേ. അപ്പോൾ ഒരു വലിയ കുഴപ്പമൊന്നുമില്ലാത്ത നല്ല കിടിലം, നല്ല രസമുണ്ട് കേട്ടോ. ഈ സഫയർ ക്രിസ്റ്റലൊക്കെ ആയതുകൊണ്ട് രസമുണ്ട്. വാച്ച് കെട്ടുമ്പോൾ ഒരു കട്ട ഫീല് അടിക്കുന്നുണ്ട്. നല്ല സ്ട്രാപ്പ്, നല്ല വാച്ച്, ഹാർട്ട് റേറ്റ് മോണിറ്ററൊക്കെ ഉണ്ട്. ഹാർട്ട് റേറ്റ് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. നോട്ട് വെയറിങ് കുറച്ചും കൂടെ ഒരു സ്ട്രാപ്പിലും കൂടെ വെക്കണം, അതാണ് മലയാളം. ഓക്കെ, ടൈറ്റൻ യുവർ വാച്ച് എന്ന്. ഇത് എത്ര ടൈറ്റ് ചെയ്യണം? ഇത്രയും ടൈറ്റ് ചെയ്യണോ? പക്ഷെ എൻ്റെ അമ്മോ, ടൈറ്റ് ചെയ്യാന്ന് പറഞ്ഞുകൊണ്ടിരിക്കണം. എന്തൊരു കോമഡി. ചുമ്മാ അല്ല, ഈ സ്റ്റിക്കർ വന്ന് ഇവിടെ ഇരിക്കണം. ഞാൻ അതാണ് നോക്കിക്കൊണ്ടത്, ഇത്രയും ടൈറ്റ് ചെയ്യാൻ. ഇത് എന്തൊരു ടൈറ്റ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോഴാണ് ഇനി കുഴപ്പമില്ല. ഞാൻ അതാണ് നോക്കണം, ഇത്രയൊന്നും ടൈറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ഹാർട്ട് റേറ്റിന്. ഓക്കെ, ഇനി വർക്ക് 91 ആണ് കാണിക്കുന്നത്, 94. ഇത് കറക്റ്റാണോ നമുക്ക് നോക്കാതെ. എൻ്റെ ഇതുണ്ടല്ലോ റിങ്, ഇവിടെ അത് പൊളി. 79 റിങ്ങിലും 79, ക്രിസ്റ്റലും 79. നൈസ്. ഇപ്പോൾ 68, ഇതിൽ 69. 69 യാ, അതാണ് ഹാർട്ട് റേറ്റിൻ്റെ ഒരു ഗുണം. അപ്പോൾ എന്താണെങ്കിലും കിടിലൻ വാച്ച് കേട്ടോ, സംഭവം കൊള്ളാം. ഇതിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ ഞാൻ സൈഡിൽ ഇട്ടേക്കാം കേട്ടോ. വാച്ചിൻ്റെയും ഈ ഒരു സുനാഗ്ലിയുടെയും പിന്നെ നമ്മുടെ മറ്റേ പവർ ബാങ്കിൻ്റെയൊക്കെ പ്രൈസ് ഞാൻ ഇങ്ങനെ കാണിക്കാം. എന്താണെങ്കിലും ദുബായിലുള്ളവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഈ സാധനങ്ങൾ മേടിക്കണമെന്നുണ്ടെങ്കിൽ നേരെ ഷവമീൻ്റെ ഷോറൂമിലോട്ട് പോവുക. ദുബായ് മോളിലൊക്കെ ഉണ്ട്. എന്താണെങ്കിലും വാച്ച് അടിപൊളി, പക്കയായിട്ടുള്ളൊരു സാധനമായിട്ട് എനിക്ക് ഫീൽ ചെയ്യണം. ഈ സാധനവും വളരെ യൂസ്ഫുള്ളാണ്, ഷവമീൻ്റെ ടാഗ്. ബാക്കിയുള്ള പ്രോഡക്ട്സ് പതുക്കെ അൺബോക്സിങ് ആൻഡ് റിവ്യൂ വരുന്നതായിരിക്കും. ഇതിൻ്റെ റിവ്യൂ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി എൻ്റെ അടുത്ത് പറയുക. ഞാൻ എന്തായാലും കുറച്ച് നാൾ ഇട്ടുകൊണ്ട് ഒന്ന് ജിമ്മിലൊക്കെ ഒന്ന് പോയിട്ട് ഞാൻ നോക്കട്ടെ സാധനം എങ്ങനെ ഉണ്ടെന്ന്. അപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ റിവ്യൂ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ലെറ്റ് മീ നോ. ഇത് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പോകുന്നു. ഐ ഹോപ്പ് യു ഗൈസ് എൻജോയ് ദിസ് വീഡിയോ. എൻജോയ് ചെയ്തെങ്കിൽ ലൈക്ക് അടിക്കുക. ബൈ. തകതും താനാനാനാനാനി പരദേശിയാ.